നമ്മുടെ 2026-27 വർഷത്തിലെ ബഡ്ജറ്റ് അവതരിപ്പിച്ചു കഴിഞ്ഞു. ഇന്നലെ 11 മണിക്ക് നിർമ്മല സീതാരാമൻ ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് ബഡ്ജറ്റിൽ പറഞ്ഞത്, നമ്മൾക്ക് ആസ് സിറ്റിസൺസ് നമുക്ക് എന്തൊക്കെ കിട്ടുന്നു, ഇതെല്ലാം നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു എൻജിഫിൻ അക്കാഡമി. ദിസ് ഇസ് എലിസബത്ത്. ആദ്യം തന്നെ ഈ ബഡ്ജറ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ ഇന്ന് പറഞ്ഞു തരുന്നുണ്ട് എന്ന് പറയാം. ആദ്യം ഈ പൈസയൊക്കെ എവിടെ നിന്ന് വരുന്നു, എത്ര രൂപയാണ് നമ്മുടെ ബഡ്ജറ്റ് അലോക്കേഷനിൽ വരുന്നത്, എങ്ങോട്ടൊക്കെയാണ് ഈ പൈസ പോകുന്നത്, ഏതൊക്കെ സെക്ടേഴ്സിലോട്ടാണ് ഈ പണം പോകുന്നത്, ടാക്സസ് എങ്ങനെയാണ് വരുന്നത്, ടാക്സിൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ, അതുകൂടാതെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ കേരളത്തിന് എന്ത് കിട്ടുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വേറൊരു കാര്യം, സ്റ്റോക്ക് മാർക്കറ്റിനെ ബേസ് ചെയ്ത് നമ്മൾ എൻഡിലോട്ട് പറയുന്നുണ്ടാവും. സോ നമുക്ക് അധികം സമയം കളയാതെ നമ്മുടെ ബഡ്ജറ്റിലോട്ട് കിടക്കാം. ആദ്യം തന്നെ നമ്മുടെ ബഡ്ജറ്റിന്റെ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്ന 53 ലക്ഷം കോടി രൂപയാണ്. ഇതാണ് നമ്മുടെ അടുത്ത വർഷത്തിലെ എക്സ്പെൻസിലേക്ക് ഗവൺമെന്റ് മാറ്റി വെച്ചിരിക്കുന്ന തുക എന്ന് പറയുന്നത്. നമ്മുടെ ഈ ബഡ്ജറ്റിൽ നമ്മൾ എക്സ്പെൻഡിച്ചർ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് രണ്ട് രീതിയിലാണ് നമ്മുടെ എക്സ്പെൻഡിച്ചേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഒന്നെന്ന് പറയുന്നത് റവന്യൂ എക്സ്പെൻഡിച്ചറും അതേപോലെ തന്നെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും. ഇതിൽ ഈ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗവൺമെന്റിന് നമ്മുടെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് നടത്തിക്കൊണ്ട് പോകാൻ പെൻഷൻസ്, സാലറീസ് ഇതുപോലുള്ള കാര്യത്തിന് വേണ്ടി യൂസ് ചെയ്യുന്ന എമൗണ്ട് ആണ് റവന്യൂ എക്സ്പെൻസ് എന്ന് പറയുന്നത്. രണ്ടാമത്തേതാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ ഇതിനെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കാണണം. നമ്മുടെ റോഡ്സ്, ഹൈവേസ്, റെയിൽവേസ് ഇങ്ങനത്തുള്ള ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് ആണ് എന്ത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് എക്സ്പെൻഡിച്ചേഴ്സ് ആണ് നമുക്കുള്ളത്. അപ്പോൾ നമ്മളുടെ ഇത്തവണത്തെ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് 41.25 ലക്ഷം കോടി രൂപയാണ് റവന്യൂ എക്സ്പെൻഡിച്ചറിലോട്ട് വരുന്നത്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിലോട്ട് 12.22 ലക്ഷം കോടി രൂപയാണ് വരുന്നത്. സോ നിങ്ങൾക്ക് ഏകദേശം എമൗണ്ട് മനസ്സിലായില്ലേ? ഇനി നമുക്ക് എന്താണ്, എങ്ങോട്ടാണ് പൈസ വരുന്നത്, അതേപോലെ തന്നെ നമുക്ക് എവിടെ നിന്നാണ് ഈ പണം കിട്ടുന്നത് എന്ന് മനസ്സിലാക്കാം. ആദ്യം തന്നെ പൈസ എവിടെ നിന്നാണ് കിട്ടുന്നത് എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ എമൗണ്ട് നമുക്ക് കിട്ടുന്ന ബോറോയിങ്സിൽ നിന്നും അതർ ലൈബിലിറ്റീസിൽ നിന്നാണ്. നമ്മുടെ ബോറോയിങ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ബോണ്ടുകൾ റേസ് ചെയ്യുന്നുണ്ടാകും. അങ്ങനെ ബോണ്ടുകൾ റേസ് ചെയ്ത് നമ്മൾ ബോറോയിങ്സ് നടത്തുന്നുണ്ടാകും. അതേപോലെ തന്നെ നമ്മൾ അല്ലാതെ വേറെ രാജ്യങ്ങളിൽ നിന്ന് കടം എടുക്കുന്നുണ്ടാകും. അപ്പോൾ മുഴുവനായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ബോറോയിങ്സ് ആൻഡ് അതർ ലൈബിലിറ്റീസിൽ നിന്നാണ് നമ്മുടെ 24% കിട്ടുന്നത്. അടുത്തത് എന്ന് പറയുന്നത് 21% ടാക്സ് മണി വരുന്നത് കോർപ്പറേഷൻസോ വലിയ കമ്പനീസിൽ നിന്നോ ഒന്നുമല്ല, നമ്മുടെ ടാക്സ് മണിയാണ്. അതായത് നമ്മളുടെ ഇൻകം ടാക്സ് ആണ് 21% വരുന്നത്. പിന്നെ വരുന്നതാണ് കോർപ്പറേറ്റ് ടാക്സ്, അത് 18% മാത്രമേ ഉള്ളൂ. ഇത് കഴിഞ്ഞ് വരുന്നതാണ് GST ആൻഡ് അതർ ടാക്സസ്. നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ GST കൊടുത്തല്ലേ വാങ്ങുന്നത്, അതിൽ നിന്ന് വരുന്നതാണ്. പിന്നെ നോൺ ടാക്സ് റവന്യൂ 10% വരുന്നുണ്ട്. പിന്നീട് 6% നമുക്ക് എക്സൈസ് ഡ്യൂട്ടീസ് ആയിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ 4% നമ്മുടെ കസ്റ്റംസിൽ നിന്നും കിട്ടുന്നുണ്ട്. പിന്നെ നോൺ ഡെപ്റ്റ് ക്യാപിറ്റൽ റെസീപ്റ്റ്സ് ആയിട്ട് 2% കിട്ടുന്നുണ്ട്. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ വരവിനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഈ ഒരു ഭാഗത്തിൽ നിന്നാണ് നമ്മുടെ വരവ് പ്രതീക്ഷിക്കുന്നത്. അതായത് ബോറോയിങ്സും നമ്മുടെ ടാക്സും എല്ലാം കൂടെ കൂട്ടിയിട്ടാണ് നമ്മുടെ വരവ് നോക്കുന്നത്. ഇനി എങ്ങോട്ടൊക്കെയാണ് ഈ പൈസ പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എവിടേക്കാണ് പോകുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ മേജറായിട്ട് പോകുന്ന 22% എമൗണ്ട് പോകുന്നതെന്ന് പറയുന്നത് നമ്മുടെ ഓരോ സ്റ്റേറ്റ്സിന് വേണ്ടിയിട്ടാണ്. നമുക്ക് ഓരോരോ സ്റ്റേറ്റ്സ് ഉണ്ട്, ഇന്ത്യയിൽ വരുന്ന ഓരോരോ സ്റ്റേറ്റ്സിന് വേണ്ടിയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് ഈ 22% എന്ന് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത മേജർ എക്സ്പെൻസ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് പേയ്മെന്റ് ആണ്. നമ്മൾ ഈ ബോൺസും കാര്യങ്ങളൊക്കെ റേസ് ചെയ്യുന്നുണ്ടല്ലോ, അതുപോലെ തന്നെ കടം എടുക്കുന്നതിനെല്ലാം നമ്മൾ ഇൻട്രസ്റ്റ് തിരിച്ചു കൊടുക്കണമല്ലോ. അപ്പോൾ ആ ഒരു ഇൻട്രസ്റ്റ് പേയ്മെന്റിന് 20% നമ്മൾ കൊടുക്കുന്നുണ്ടാവും. അത് കഴിഞ്ഞ് ഒരു 11% നമ്മൾ ഡിഫൻസിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ബേസിക്കലി പറയുവാണെങ്കിൽ ഡിഫൻസ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ആർമി, നമ്മുടെ രാജ്യത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നമുക്കറിയാം ഒരുപാട് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഡിഫൻസിലേക്ക് പണം നൽകുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിലേക്ക് കൂടുതൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഡിഫൻസിലോട്ട് ഓൾമോസ്റ്റ് 11% വരുന്നത്. പിന്നെ സെൻട്രൽ സെക്ടർ സ്കീമൊക്കെ ആയിട്ട് 17% വരുന്നുണ്ട്. പിന്നെ അതർ എക്സ്പെൻസ് ആയിട്ട് 7%, സിവിൽ പെൻഷൻസ് ആയിട്ട് 2%, പിന്നെ നമ്മുടെ സബ്സിഡീസ് കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് 6%, പിന്നെ ഫൈനാൻസ് കമ്മീഷൻ ആൻഡ് അതർ ട്രാൻസ്ഫേഴ്സ് എന്ന് പറഞ്ഞ് 7%, പിന്നെ സെൻട്രലി സ്പോൺസേർഡ് സ്കീമിലോട്ട് 8%. ഇങ്ങനെ പല പല സെക്ടേഴ്സിലോട്ടും കാര്യങ്ങളിലോട്ടും ഒക്കെ ആയിട്ടാണ് നമ്മുടെ പൈസ പോകുന്നത്. ഇനി നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യമാണ്
ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ വരവും ചെലവും ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ വരവും ചെലവും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഈ ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ ബോറോയിങ്സ് ഇൻക്ലൂഡ് ചെയ്യത്തില്ല. നമ്മളുടെ ഇത്തവണത്തെ എപ്പോഴും മനസ്സിലാക്കുക, നമ്മൾക്ക് എന്താണ് വരവിനേക്കാളും കൂടുതൽ ചെലവുണ്ടെങ്കിൽ ഫിസിക്കൽ ഡെഫിസിറ്റ് ആയിരിക്കും. ഇനി അതേ സമയം നമുക്ക് എന്താണ് വരവാണ് കൂടുതൽ എന്നുണ്ടെങ്കിൽ അതെന്താണ് ഫിസ്ക്കൽ സർപ്ലസ് ആയിട്ടാണ് വരുന്നത്. ഇത്തവണ നമ്മുടെ ഫിസ്ക്കൽ ഡെഫിസിറ്റ് ലാസ്റ്റ് ഇയറിനെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് നമ്മളിത് പെർസെൻറ്റേജ് ടേംസിലാണ് പറയുന്നത്, അത് കുറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ ഇപ്പോൾ 2024-25 സമയം നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫിസ്ക്കൽ ഡെഫിസിറ്റ് 4.8%. അതായത് GST വെച്ച് നോക്കിയിട്ടാണ് ഇത് പറയുന്നത്, GDP വെച്ച് നോക്കിയിട്ടാണ് ഇത് പറയുന്നത്, 4.8%. അത് ഇനി 25-26 സമയത്ത് ഇത് 4.4% കുറഞ്ഞിട്ടുണ്ട്. ഫിസ്ക്കൽ ഡെഫിസിറ്റ് കുറയുവാണെങ്കിൽ അത്രത്തോളം നല്ലതാണ്. പിന്നെ നമ്മുടെ രാജ്യം ഇന്ത്യ ഡെവലപ്പിംഗ് രാജ്യം ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്തായാലും കടം എടുക്കും, അതുകൊണ്ട് ഫിസിക്കൽ ഡെഫിസിറ്റ് ഉണ്ടാവും, പക്ഷേ എന്നാലും കുറഞ്ഞിട്ടുണ്ട്. ഈ വർഷമായപ്പോൾ പൊടിക്കും ഒരു കുറച്ചുകൂടെ അത് കുറഞ്ഞിട്ടുണ്ട്. അതായത് 4.3 എന്ന രീതിയിലോട്ട് ഫിസിക്കൽ ഡെഫിസിറ്റ് മാറിയിട്ടുണ്ട്. അതാണ് ഫിസിക്കൽ ഡെഫിസിറ്റിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇത്രയും ക്ലിയർ ആയില്ലേ? ഇനി ഏതൊക്കെ സെക്ടേഴ്സിലോട്ടാണ് ഈ പണം അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. റവന്യൂ ഇതൊക്കെ നമുക്ക് മനസ്സിലായി. ഇനി ഇതിൽ ഏതൊക്കെ സെക്ടർ ബേസ് ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഫൈനാൻസ് സെക്ടറിലോട്ട് നമ്മൾക്ക് ഏകദേശം 1,00,000 കോടി എന്ന രീതിയിലാണ് ഇത് വരുന്നത് കേട്ടോ. അപ്പോൾ 19.72 ലക്ഷം കോടി രൂപ നമ്മുടെ ഫൈനാൻസ് സെഗ്മെന്റിലോട്ട് പോയിട്ടുണ്ട്. എന്തിനാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇൻട്രസ്റ്റ് പേ ചെയ്യാൻ, അതേപോലെ അത് നമ്മൾ വേറെ സ്റ്റേറ്റ്സിലേക്ക് കൊടുക്കാൻ, സബ്സിഡീസിന്, ഇതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഫൈനാൻസ് സെക്ടറിൽ പോകുന്നത്. പിന്നെ നമ്മുടെ ഡിഫൻസിലോട്ട് 7.85 lakh crore rupees ആണ് ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നമ്മുടെ ആം ഫോഴ്സസ്, പെൻഷൻസ്, ഇതിനെല്ലാം വേണ്ടിയിട്ടാണ് ഡിഫൻസിന്റെ മേഖലയിലോട്ട് ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ റോഡ്സും റെയിൽവേസിലോട്ടും 3.1 lakh crore ആണ് വരുന്നത്. പിന്നെ റെയിൽവേസിലോട്ട് 2.81 lakh crore ആണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ താഴെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഞാൻ ഇതെല്ലാം ഒരു സൈഡിൽ പിൻ ചെയ്ത് കൊടുക്കാം, ഒരു ഫോട്ടോ പോലെ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ അതൊന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഏതൊക്കെ സെക്ടേഴ്സിലോട്ട് എങ്ങനെയാണ് ഇൻവെസ്റ്റ്മെന്റ്സ് പോയിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് നല്ലൊരു ക്ലാരിറ്റി കിട്ടും. ഇനി ഈ സെക്ടേഴ്സിലെ ഇൻവെസ്റ്റ്മെന്റ്സിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്ന സമയത്ത് നമ്മുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൽ മെയിൻ കാര്യം ആയിട്ട് വരുന്നത് ഇൻഫ്രാസ്ട്രക്ചറാണ്. അതായത് ഇത്തവണ കുറച്ചുകൂടെ എമൗണ്ട് ഇൻഫ്രാസ്ട്രക്ചറിലോട്ട് വന്നിട്ടുണ്ട്. അതായത് 12.2 ലക്ഷം കോടി രൂപയാണ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിലോട്ട് വന്നിട്ടുള്ളത്. നമ്മുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിലെ കാര്യമാണ് ഇത് വരുന്നത്. അതായത് റോഡ്സ്, ഹൈവേസ്, റെയിൽവേസിന് ഇതിന് വേണ്ടിയിട്ട് ഇവർ സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതാണ് ഈ 12.2 ലക്ഷം കോടി രൂപ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ അണ്ടറിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ വരുവാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്കൊരു ഹൈ സ്പീഡ് ഗ്രോത്ത് കണക്ടർ എന്ന് പറയുന്ന ഒരു റെയിൽവേ കോറിഡോർ വരുന്നുണ്ട്. അതായത് നമ്മുടെ മുംബൈയിൽ നിന്ന് പൂനെയിലോട്ട്, പൂനെയിൽ നിന്ന് ഹൈദരാബാദിലോട്ട്, ഹൈദരാബാദിൽ നിന്ന് ബാംഗ്ലൂർ, ഹൈദരാബാദിൽ നിന്ന് ചെന്നൈ, ചെന്നൈയിൽ നിന്ന് ബാംഗ്ലൂർ, ഡൽഹി ടു വാരണാസി ആൻഡ് വാരണാസി ടു സിലിഗുരി എന്ന് പറയുന്ന സ്ഥലങ്ങളിലോട്ട് ഹൈ സ്പീഡായിട്ടുള്ള റെയിൽവേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് മേജർ കാര്യങ്ങൾ അലോക്കേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൽ മെയിൻ ആയിട്ട് വരുന്ന ഇൻഫ്രാസ്ട്രക്ചറാണ്, അതിൻ്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങളാണ് ഇത്. ഇതിൽ മെയിനായിട്ട് എടുത്തു പറയേണ്ട കാര്യമാണ് ഇത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഒരു എക്സ്പെൻഡിച്ചർ സൈഡിലോട്ട് വരുന്നത്. ഇനി ബഡ്ജറ്റിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം നമ്മുടെ കേരളത്തിന് എന്ത് കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പോൾ കേരളത്തിൽ കിട്ടുന്ന 2 കാര്യങ്ങളാണ് നിർമ്മല സീതാരാമൻ കേരളത്തിന് കിട്ടുന്നുണ്ട് എന്ന്, അല്ലെങ്കിൽ ബഡ്ജറ്റിൽ മുഴുവനായിട്ട് പരാമർശിച്ചിട്ടുള്ളത്. അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ തീരദേശങ്ങളില്ലേ, നമ്മുടെ കേരളത്തിലെ മാത്രമല്ല 4 സംസ്ഥാനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കേരള, ഒഡീഷ, ആന്ധ്രാപ്രദേശ്, തമിഴ്നാടു. ഈ 4 സംസ്ഥാനങ്ങളിലെയും തീരദേശങ്ങളിൽ റെയർ എർത്ത് മിനറൽസ് കോറിഡോറിനെ പറ്റി പഠനവും കാര്യങ്ങളും അതേപോലെ അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് നിർമ്മല സീതാരാമൻ പറഞ്ഞ്. ഇതിനുള്ള കാര്യങ്ങൾ ഇവർ ചെക്കൗട്ട് ചെയ്യുകയൊക്കെ നടത്തുന്നതാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നതാണ് എല്ലാവരും കളിയാക്കി പറയുന്ന പോലെ തന്നെ ആമ വളർത്തൽ എന്ന് പറയുന്നത്. അതായത് ബേസിക്കലി പറയുകയാണെങ്കിൽ നമ്മുടെ എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള ടേർട്ടിൽ സ്പീഷീസ് ഇല്ലേ, ഇതൊക്കെ കടലോര മേഖലയിൽ അതിനെപ്പറ്റി കൺസർവേഷന്, ഗൈഡൻസ്, ഹോം സ്റ്റേസ്, ഇതെല്ലാം അതിലൂടെ ഒരു ടൂറിസം ബേസ് ആയിട്ടുള്ള ഒരു വളർച്ചയാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. അതിലൂടെ ജോബ്സും കാര്യങ്ങളൊക്കെ കുറേ പേർക്ക് കിട്ടും. ഇതൊക്കെയാണ് എക്സ്പെക്റ്റേഷൻസ്. ഇനി എന്തുകൊണ്ട് ഇത് കേരളത്തിന് ഡിസപ്പോയിൻമെൻ്റ് ആണ് എന്ന് ചോദിച്ചാൽ, നമ്മൾ ആഗ്രഹിച്ചിരുന്നത് എയിംസ്, അതേപോലെ തന്നെ നമുക്ക് നല്ല ഹൈ സ്പീഡായിട്ടുള്ള റെയിൽ കോറിഡോർസ് ആണ് നമ്മൾ കേരളത്തിന് വേണ്ടി ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ ഇതൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. അതിനെപ്പറ്റി ഒരു കാര്യം പോലും പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ന്യൂസുകളിലും കാര്യങ്ങളിലും ഒക്കെ ആയിട്ട് കേരളത്തിൽ നന്നായിട്ട് തഴയാണ് എന്ന് പറഞ്ഞത്. സെൻട്രൽ ഗവൺമെൻറ് അധികം ഫോക്കസ് കേരളത്തിൽ കൊടുത്തിട്ടില്ല. ഈവൻ നമ്മുടെ ശശി തരൂർ ആയാലും നമ്മുടെ CM ആയിട്ടുള്ള പിണറായി വിജയനാണ് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത്
കേരളത്തിന് പ്രത്യേകിച്ച് ഒന്നും തന്നിട്ടില്ല. കേരളം ഒരുമാതിരി ഇൻവിസിബിൾ ആയിട്ടാണ് ഈ ബഡ്ജറ്റിൽ വന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇതാണ് കേരളത്തിലേക്ക് വന്നിട്ടുള്ളത്. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ റെയർ മിനറൽസിൻ്റെ കാര്യം, രണ്ടാമത്തെന്ന് പറയുന്നത് നമ്മുടെ ടേർട്ടിൽസിൻ്റെ കാര്യമാണ് കേരളത്തിലേക്ക് വന്നിട്ടുള്ളത്. ഇനി ഏറ്റവും ലാസ്റ്റ് കാര്യമാണ് നമ്മുടെ ടാക്സ് സ്ലാബ്. കഴിഞ്ഞ വർഷം നമുക്കറിയാവുന്നതാണ്, നമുക്ക് ടാക്സ് സ്ലാബ്സിൽ റിഡക്ഷൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഈ വർഷം ഒരു കാര്യമില്ല, സെയിം ആയിട്ട് തന്നെയാണ് നമ്മുടെ ടാക്സ് സ്ലാബ് നിൽക്കുന്നത്. അതായത് നമുക്ക് 4 ലക്ഷം രൂപ വരെയാണ് നമ്മുടെ വരുമാനമെങ്കിൽ നമുക്ക് ടാക്സ് റേറ്റ് ഇല്ല. 4 തൊട്ട് 8 ലക്ഷം വരെയാണെങ്കിൽ 5% ടാക്സ് വരുന്നത്. 8 തൊട്ട് 12% ആണെങ്കിൽ 10%, 12 തൊട്ട് 16 വരെയാണെങ്കിൽ 15%, 16 തൊട്ട് 20 ലക്ഷം വരെയാണെങ്കിൽ 20%, 20 തൊട്ട് 24 ലക്ഷം രൂപ വരെയാണെങ്കിൽ 25%, നിങ്ങളുടെ ആനുവൽ ഇൻകം 24 ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ 30% ടാക്സ് ആണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. ഇത് തന്നെയായിരുന്നു നമ്മുടെ ലാസ്റ്റ് ഇയറിലെ ടാക്സിലുണ്ടായിരുന്നത്. ഇതല്ലാതെ വേറെ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. ഇനി ഇന്നലെ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ 2.2% ഇടിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് വെറുതെ ഇടിഞ്ഞതല്ല, ഇതിന് പ്രത്യേകമായിട്ടൊരു കാരണം ഉണ്ടായിരുന്നു. അതായത് ഈ STTs പതിയെ എടുത്ത് കളയും എന്ന് തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ നമ്മുടെ STTs കൂട്ടിയിട്ടുണ്ട്. അതായത് ചെറുതായിട്ട് പോലും അല്ല കൂട്ടിയിരുന്നത്, നല്ല രീതിയിൽ കൂട്ടിയിട്ടുണ്ട്. അതായത് നമ്മൾ സെയിൽ ഓഫ് ഓപ്ഷൻസ്, നമ്മളൊരു ഓപ്ഷൻസ് സെല്ല് ചെയ്യുന്ന സമയത്ത് 0.10% നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ STTയും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇതിപ്പോൾ 0.15% ആയിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഓപ്ഷൻസ് സെല്ല് ചെയ്യാൻ നേരം ഇതിൻ്റെ ഇൻട്രൻസിക് വാല്യൂവിൻ്റെ 0.125 മാത്രം കൊടുത്താൽ മതിയായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 0.15% നമ്മൾ കൊടുക്കേണ്ടി വരുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ ചെറിയ പെർസെൻറ്റേജ് അല്ലേ എന്ന് തോന്നുമെങ്കിൽ ഇത് നല്ല രീതിയിൽ ട്രേഡേഴ്സിനെ ഇമ്പാക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് എല്ലാവർക്കും നല്ല രീതിയിൽ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. മാർക്കറ്റിൽ ഒരു നല്ല ഫോളാണ് ഇന്നലെ സംഭവിച്ചത്. ഇന്നലെ മാർക്കറ്റ് ഉണ്ടായിരുന്നു, ഞായറാഴ്ച ആണെങ്കിൽ മാർക്കറ്റ് ഓപ്പൺ ആയിരുന്നു. 2.2% ആണ് ഇന്ത്യൻ മാർക്കറ്റ് ഇന്നലെ ഇടിഞ്ഞത്. നമ്മളെ ഫ്യൂച്ചേഴ്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 0.02% മാത്രമായിരുന്നു ടാക്സിങ് ഉണ്ടായിരുന്നത്. അത് 0.05%ലോട്ട് മാറിയിട്ടുണ്ട്, ഇരട്ടിയിലധികം. അപ്പം അത്രയും ചേഞ്ചസ് വന്നതുകൊണ്ടാണ് നമ്മുടെ മാർക്കറ്റ് ഇടിഞ്ഞിട്ടുള്ളത്. ഇനി വേറൊരു പാർട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊന്നും ലോങ് ടേമിലേക്കുള്ള കാര്യങ്ങളല്ല വന്നത്. അതായത് നമ്മുടെ ഈ ഷോർട്ട് ടേമിൽ ഈ ട്രേഡേഴ്സിനെയാണ് ഇത് എഫക്റ്റ് ചെയ്തിരിക്കുന്നത്. മോസ്റ്റ് ഓഫ് ദി ഇൻവെസ്റ്റേഴ്സ് എന്ന രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ പ്രത്യേകിച്ച് ചേഞ്ചും കാര്യങ്ങളും അല്ലെങ്കിൽ അവർക്ക് ദോഷമായിട്ടുള്ളൊന്നും വന്നിട്ടില്ല, നല്ലതായിട്ടുള്ളതും വന്നിട്ടില്ല, പക്ഷെ ദോഷമായിട്ടുള്ളതൊന്നും വന്നിട്ടില്ല. ഇത് ട്രേഡേഴ്സിനെ, നമ്മുടെ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ട്രേഡ് ചെയ്യുന്നവരെയാണ് ഇത് എഫക്റ്റ് ചെയ്തിരിക്കുന്നത്, നമ്മുടെ STTയും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഇനി നമ്മൾ വിദേശത്തോട്ടൊക്കെ പോവുകയാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് കുറച്ച് ഗുണമുള്ള കാര്യങ്ങൾ ഈ ഒരു നമ്മുടെ ബഡ്ജറ്റിൽ വന്നിട്ടുണ്ട്. അതായത് നമ്മൾ ടൂറൊക്കെ പോകാനാണെങ്കിൽ 10 lakhs വരെ ഉള്ളവർക്കാണെങ്കിൽ നേരത്തെ 5% ടാക്സ് വന്നിരുന്നത്. അതായത് നമ്മുടെ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് വന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് 2% കുറച്ചിട്ടുണ്ട്. കൂടാതെ നമ്മൾക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിലും, അതായത് എബോവ് 10 lakhs ആണെങ്കിൽ പൈസ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ നേരത്തെ 5% ഇപ്പോൾ അത് 2% കുറച്ചിട്ടുണ്ട്. ഇതെല്ലാം ഏപ്രിൽ 1-ാം തീയതിക്ക് ശേഷമാണ് എഫക്റ്റീവ് ആകുന്നത്. സോ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് എന്താണ് നമ്മുടെ ബഡ്ജറ്റ് എന്നും അതേപോലെ തന്നെ എന്തൊക്കെ എക്സ്പെൻസസ് ആണ് ബഡ്ജറ്റിൽ വരുന്നതും എന്ന് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് തന്നെ എക്സ്പെക്ട് ചെയ്യുന്നു. ഏതൊക്കെ സെക്ടേഴ്സിലാണ് കൂടുതൽ പൈസ പോയിട്ടുള്ളത്, അതേപോലെ തന്നെ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ, ഇങ്ങനത്തുള്ള കാര്യങ്ങളെ പറ്റി നല്ല ഐഡിയ കിട്ടി എന്ന് തന്നെ എക്സ്പെക്ട് ചെയ്യുന്നു. പിന്നെ നമ്മുടെ ടാക്സ് ലാബ്സിന്റെ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കേരളത്തിന് എന്ത് കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റോക്ക് മാർക്കറ്റ് ബേസ് ആയിട്ട് വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ബഡ്ജറ്റിൽ ഡിസ്കസ് ചെയ്ത് അത് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.